ഒരു ജീവനില്ലാത്ത മാർക്കറ്റ്. ചെറിയൊരു ക്വാണ്ടിറ്റി കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ ഒരൊറ്റ പൊട്ടലാണ് താഴത്തേക്ക് വന്നത്. സസ്റ്റെയിൻ ചെയ്യുന്നില്ല പല മൂമെന്റ്സും. ഈ ഷേപ്പ് അടിച്ചുകൊണ്ടിരിക്കണം. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിഫ്റ്റി ചിലപ്പോൾ 25,000 മുകളിലോ താഴ്ത്തോ ആയിരിക്കാം ക്ലോസ് ചെയ്യുന്നത്. ഇന്ന് സെൻസെക്സിന്റെ എക്സ്പയറി ഉള്ള ദിവസമാണ്. വൈകുന്നേരം നല്ലൊരു മൂവ്മെന്റ് കിട്ടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് പോഡ്കാസ്റ്റ് സ്റ്റോപ്പ് ചെയ്യാമെന്നാണ് സുനിൽ പറയുന്നത്. തീർച്ചയായിട്ടും. ഒന്നാമത്തെ കാര്യം സുനിൽ പറയുന്ന വ്യൂ ഒക്കെ തെറ്റിപ്പോകും. IT സെക്ടർ അത്യാവശ്യം ഒന്ന് പച്ച പിടിച്ചൊന്ന് കയറി വന്നതാണ്. ഈ ട്രംപിന്റെ വിസ ഇഷ്യൂ തന്നെ IT സെക്ടറിലേക്ക് ഇനി തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെ തോന്നണല്ലേ. പക്ഷേ ഇൻട്രസ്റ്റ് ഇല്ലാന്ന് പറഞ്ഞ ആളാണ് ഇന്നലെ മീൻ വറക്കുന്നതിന്റെ ഇടയിൽ ട്രേഡ് ചെയ്തത്. ആ വീഡിയോ കാണുമ്പോൾ ആളുകൾ ആയിരിക്കും ഇന്നലെ വീട്ടിലെ എല്ലാ ജോലിയും നീ ഒറ്റയ്ക്കാണ് ചെയ്തതെന്ന്. എനിക്കത് റിവീൽ ചെയ്യേണ്ടതുണ്ട്. ആക്ച്വലി എനിക്ക് ഈ പോഡ്കാസ്റ്റ് ചെയ്യാൻ ഒരു താല്പര്യമില്ല. എന്തിനാണ് ഇപ്പൊ ഈ പോഡ്കാസ്റ്റ് ചെയ്യണത്? നമുക്ക് പോഡ്കാസ്റ്റ് സ്റ്റോപ്പ് ചെയ്യാമെന്നാണ് സുനിൽ പറയുന്നത്. തീർച്ചയായിട്ടും. ഒന്നാമത്തെ കാര്യം സുനിൽ പറയുന്ന വ്യൂ ഒക്കെ തെറ്റിപ്പോകും. പിന്നെ മാർക്കറ്റ് എങ്ങും മൂവ് ചെയ്തില്ല. ഓപ്ഷൻ ബയേഴ്സൊക്കെ വെറുതെ മാർക്കറ്റിൽ ഇരിക്കുന്നു, ലോസ് വാങ്ങിക്കൂട്ടുന്നു. പിന്നെ ഇന്നലെ എന്താണ് മാർക്കറ്റ് കാണിച്ചത്? താഴത്തേക്ക് വരുന്നു, മുകളിലേക്ക് അടിക്കുന്നു, ഇതേ താഴത്തേക്ക് വരുന്നു. V ഷേപ്പ് മാർക്കറ്റ്. മാത്രമല്ല ഈ പറഞ്ഞ പോലെ നിഫ്റ്റിയുടെ എക്സ്പയറി മാറ്റാൻ പോകുന്നു. ടോട്ടലി ഓപ്ഷൻ ബയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ മോശമായൊരു കാലഘട്ടം. പക്ഷേ ഓപ്ഷൻ സെല്ലേഴ്സ് നല്ല കാശ് ഉണ്ടാക്കേണ്ട മാർക്കറ്റിൽ. സെല്ലേഴ്സ് അല്ലേ നിനക്കൊക്കെ ആയിരിക്കും. മാർക്കറ്റിൽ ഭയങ്കര ലീനിയർ ഡീക്കയാണ്, ഭയങ്കരമായിട്ടുള്ള ഡീക്കയുണ്ട്, സ്പൈക്കുകളില്ല. അപ്പോൾ സെല്ലേഴ്സ് നല്ല ചാകരയാണ് ശരിക്കും. ചില സെല്ലേഴ്സൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞത് അവർക്ക് 3 months ആയിട്ട് വിന്നിങ് സ്ട്രീക്സ് മാത്രമേ ഉള്ളൂ എന്നൊക്കെയാണ്. നല്ല ലോസും. പക്ഷെ ബയേഴ്സും ട്രേഡിങ് ഓപ്പർച്യൂണിറ്റി കുറവാണ് എന്ന് മാത്രമേ ഉള്ളൂ. വിക്സ് എന്താണ് ഇങ്ങനെ പത്തി തന്നെ കിടക്കുന്നത്? കുത്തിയാണ് ഒരു 13 ഒരു 14 അതൊന്നും ഇനി നമ്മൾ വലിയ കാര്യമായിട്ട് പ്രതീക്ഷിക്കേണ്ട എന്ന് എനിക്ക് തോന്നുന്നു. ആണോ? നമ്മുടെ മാർക്കറ്റ് ഇതുമായിട്ട് നമ്മൾ യൂസ്ഡ് ആവേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും അൺസേർട്ടനിറ്റി വരണം എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ സംസാരിച്ച് നമ്മൾ ലാസ്റ്റ് വീഡിയോസിലും കഴിഞ്ഞ പോഡ്കാസ്റ്റുകളൊക്കെ പറഞ്ഞത് മാർക്കറ്റ് 25,150 മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ മാർക്കറ്റിൽ ബുള്ളിഷ്നെസ് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇല്ലേ തിരിച്ച് വീണ്ടും ബീറിഷ്നെസ് ആകും എന്ന് തന്നെയാണ്. അപ്പോൾ അവിടെ നമ്മൾ നോക്കുമ്പോൾ 25,150 മുകളിലോട്ട് മാർക്കറ്റ് ക്ലോസ് കിട്ടി. പക്ഷെ വിത്തിൻ 2 days മാർക്കറ്റ് തിരിച്ചു വരാണ്. 50 EMA മുകളിലാണ് മാർക്കറ്റ്. പക്ഷേ കഴിഞ്ഞ 6 ദിവസമായിട്ടുള്ള സെല്ലിങ് ആലോചിച്ച് നോക്കും, ബ്രൂട്ടൽ സെല്ലിങ്ങാണ്. കുറേ റീസൺസ് അതിനെക്കുറിച്ച് പറയാനുണ്ടാകാം. പക്ഷേ അൾട്ടിമേറ്റ്ലി ആ FIs തിരിച്ചു വന്നിട്ടില്ല. പക്ഷേ ആക്ച്വലി നിങ്ങൾ ആലോചിച്ച് നോക്കും, ഫെഡ് റിസർവ് റേറ്റ് കട്ട് ചെയ്ത് കണ്ടിന്യൂസ്ലി റേറ്റ് കട്ട് ഉണ്ടാകും എന്ന് അനൗൺസ് ചെയ്ത സ്ഥിതിക്ക് മാർക്കറ്റ് ബുള്ളിഷ് ആകണ്ടേ? പക്ഷെ അതും സംഭവിക്കുന്നില്ല. GSTയുടെ ഇംപ്ലിമെൻറ്റേഷൻ അത് ഇംപ്ലിമെൻറ്റഡ് ആയി, അതിൻ്റെ പോസിറ്റിവിറ്റി അതും വരുന്നില്ല. പക്ഷേ ഇൻഡെക്സിൻ്റെ ചാർട്ട് എടുക്കുമ്പോഴാണ് ഈ ഒരു പ്രോബ്ലം ഉള്ളൂ. അവിടെയാണ് ഗെയിം നടക്കുന്നത്. ചില സെക്ടേഴ്സിൻ്റെ അത് പൊളി മൂവ്മെൻറ്റ്സ് തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പല സെക്ടേഴ്സ് നമ്മൾ സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ IT കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ല റിക്കവറിയും അതുപോലെ തന്നെ സെൽ ഓഫും ഉണ്ടായി. നമ്മൾ IT കേസാണ് ഞാൻ പറഞ്ഞത്. IT നല്ല റിക്കവറിയും അതേപോലെ തന്നെയുള്ള സെൽ ഓഫ്. മിഡ് ക്യാപ്പും ഇപ്പോൾ ടോട്ടൽ നിഫ്റ്റിയൊക്കെ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ പെർഫോമൻസ് ആണെന്ന് എനിക്ക് തോന്നി. ഇപ്പോൾ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പിലും ചില പോക്കറ്റ്സ് നമ്മൾ അന്ന് പറഞ്ഞതുപോലെ തന്നെ നിഫ്റ്റി ബുള്ളിഷ് ആവുകയാണെങ്കിലിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് ഈ ചില പോക്കറ്റുകൾ ഭയങ്കരമായിട്ടുള്ള പെർഫോമൻസ് നടത്താൻ സാധ്യതയുണ്ടെന്നാണ്. അതുപോലെ തന്നെ പെർഫോമൻസ് നടത്തിയിട്ടുണ്ട്. ഇങ്ങോട്ട് ഫാർമ സെക്ടർ, നിഫ്റ്റി ഫാർമ, IT മുകളിലായിരുന്നു. ഈ ട്രംപിന്റെ വിസ ഇഷ്യൂ വീണു, മറ്റേ ഇതില് വിസ ഇഷ്യൂല് പെട്ടെന്ന് വീണു. പക്ഷെ അൾട്ടിമേറ്റ്ലി ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കിയിരിക്കുന്നത് ഓപ്ഷൻസ് അല്ല, ഗോൾഡിലും സിൽവറിലും ഇൻവെസ്റ്റ് ചെയ്ത ആളുകളാണ്. അതായത് സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡേഴ്സ് അല്ല എന്ന് പറഞ്ഞാൽ പോരെ. അല്ല, അങ്ങനെയല്ല, ഡയറക്റ്റ് ഇൻവെസ്റ്റ് അല്ല. ഇപ്പോൾ ഗോൾഡ് പീസ് സിൽവർ പീസ് വാങ്ങിയ ആൾക്കാരുണ്ടല്ലോ. പക്ഷെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ്. അപ്പോൾ ഇപ്പോൾ ഒരു കറക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടെന്നാണ്. ഉറപ്പായിട്ടും. കാരണം അല്ലെങ്കിൽ കുറച്ചുകൂടി മൂവ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്യും. പക്ഷെ മുകളിലോട്ട് പോകുന്നത് 1000-2000 വെച്ചിട്ടാണെങ്കിൽ ഇക്വിറ്റി മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നത് എപ്പോഴാണ്? 2023-24 അതിനുശേഷം ബുൾ റാലിയും നടന്നിട്ടില്ലല്ലോ. ഗോൾഡ് ഇപ്പോഴും മുകളിൽ കൊണ്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്, ഗോൾഡ് സിൽവർ. പക്ഷേ പുതിയ ആൾക്കാർ ഗോൾഡിലൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് ഫൈൻഡ് ചെയ്ത് ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷെ അവിടെ ഒരു വലിയ പെനിട്രേഷൻ ആകുമ്പോൾ അവിടത്തെ ബുൾ റാലി നിൽക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക, മാർക്കറ്റിലേക്ക് നോക്കുമ്പോൾ ഒരു ഫീൽ കിട്ടുന്നില്ല എന്നുള്ളതാണ്. കൊറോണയൊക്കെ വരും, ദുരന്തം
അതുകൊണ്ട് തന്നെ ഒരു ഇൻട്രസ്റ്റ് ഇല്ല. ഇപ്പോൾ സ്വിങ്ങിൽ ചില പോക്കറ്റ്സാണ് ഫില്ല് ചെയ്യുന്നതെന്ന് சொல்லி പറയുന്നെങ്കിലും ആ പോക്കറ്റ്സ് വളരെ റെയറാണ്. ഇപ്പോൾ കണ്ടുപിടിക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. ചില സ്റ്റോക്കുകൾ നല്ല റിട്ടേൺസ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഓവറോൾ നിഫ്റ്റി 500 നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 500-ൽ 63% സ്റ്റോക്കുകൾ 200 മൂവിങ് ആവറേജിൻ്റെ മുകളിൽ നിൽക്കുന്നുണ്ട്. ഇത് പോസിറ്റിവിറ്റിയാണ്. ഓക്കെ. അതുപോലെ തന്നെ S&P 500-ൽ US-ൽ ഏകദേശം 60% സ്റ്റോക്കുകൾ 200 EMIയുടെ മുകളിലാണ്. ഇത് രണ്ടും ഭയങ്കര പോസിറ്റിവിറ്റിയാണ്. നമ്മൾ പറയുകയാണെങ്കിൽ US മാർക്കറ്റ് ഓൾ ടൈം ഹൈ അടിച്ച് ബുള്ളിഷായിട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണെന്ന് പറഞ്ഞാലും US മാർക്കറ്റിലെ സ്മോൾ ക്യാപ്പ് അല്ലെങ്കിൽ മിഡ് ക്യാപ്പ് സ്റ്റോക്കുകൾ വലിയ പെർഫോമൻസ് നടത്തുന്നില്ല. പക്ഷേ ഇന്ത്യയിൽ നില തിരിച്ചാണ്. ഇന്ത്യൻ മാർക്കറ്റ് പെർഫോമൻസ് നടത്തുന്നില്ല എന്ന് നമ്മൾ പറയുന്നത് ബോർഡർ മാർക്കറ്റിനെ നോക്കിയിട്ടാണ്, നിഫ്റ്റിയെ നോക്കിയിട്ടാണ്. പക്ഷേ ഇന്ത്യയിലെ സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പും അത്യാവശ്യം നല്ല പെർഫോമൻസ് നൽകുന്നുണ്ട്. പ്ലസ് ഗോൾഡിലും സിൽവറിനെയും കുറിച്ച് വരുന്ന ന്യൂസുകൾ ഒരു പക്ഷേ അവിടെ ഒരു ബുൾ റാലി ഒന്ന് സ്റ്റോപ്പ് ചെയ്യാനും, അവിടെ ഒരു ബുൾ റാലി സ്റ്റോപ്പ് ആയിക്കഴിഞ്ഞാൽ എന്താണ് ആ ഫണ്ട് എങ്ങോട്ട് വരും? ഇക്വിറ്റിയിലോട്ട് വരാൻ സാധ്യത. അപ്പോൾ അങ്ങനെ ഒരു പോസിറ്റിവിറ്റി വരാൻ സാധ്യതയുണ്ട്. 25,150 മുകളിൽ ഞാൻ ലാസ്റ്റ് പോഡ്കാസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ ഞാൻ മാർക്കറ്റിൽ ബീറിഷാണ്. ഓക്കെ, ഞാൻ മാർക്കറ്റിൽ ബീറിഷാണ്, അതിനകത്ത് എനിക്ക് ഡൗട്ടൊന്നുമില്ല. പക്ഷേ 25,150 എന്ന് പറയുന്ന റേഞ്ചിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഇനിയുള്ള സിറ്റുവേഷൻസിൽ അതിൻ്റെ മുകളിൽ ഓൾ ടൈം, ഇപ്പോൾ നമ്മൾ അതിന് തൊട്ട് മുകളിൽ വന്ന നിഫ്റ്റിയുടെ ഒരു ലെവലുണ്ട്. അപ്പോൾ ആ ലെവലിൽ നിഫ്റ്റിക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിഫ്റ്റി കുറച്ചുകൂടിയൊക്കെ മുകളിലോട്ട് പോകാനും സസ്റ്റെയിൻ ചെയ്യാനുമുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അതും ലോങ് ടൈമിലോട്ട് അങ്ങോട്ട് ഭയങ്കരമായിട്ടുള്ള ബുള്ളിഷ് ആകുന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ലെവലിൻ്റെ മുകളിൽ മാർക്കറ്റ് എത്ര നാൾ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും? ഇപ്പോൾ മാർക്കറ്റ് ഇന്നിപ്പോൾ നമ്മൾ മാർക്കറ്റ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാക്ക് ടു 25,000 താഴത്ത് എത്തി നിഫ്റ്റി. യെസ്, നിഫ്റ്റി ഇപ്പോൾ നിൽക്കുന്നത് 980-ലാണ്. ഇന്നിപ്പോൾ എങ്ങനെ ക്ലോസ് ആകും എന്ന് എനിക്കറിയത്തില്ല. റൈറ്റ്. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിഫ്റ്റി ചിലപ്പോൾ 25,000 മുകളിലോ താഴ്ത്തോ ആയിരിക്കാം ക്ലോസ് ചെയ്യുന്നത്. അത് സെക്കൻഡറി തിങ്. ഇന്ന് സെൻസെക്സിൻ്റെ എക്സ്പയറി ഉള്ള ദിവസമാണ്. അപ്പോൾ വൈകുന്നേരം നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 2 മണി 3 മണി സമയത്ത് പോഡ്കാസ്റ്റ് പറഞ്ഞോണ്ടാണെങ്കിൽ ഞാനൊരു പുട്ട് എൻട്രി എടുക്കാനായിട്ട് എനിക്ക് രാവിലെ ഒരു ചെറിയൊരു പുട്ട് എൻട്രി കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് രാവിലെ തന്നെ മാർക്കറ്റ് ഭയങ്കര വീക്കായിരുന്നു. യെസ്. ഇപ്പോൾ ഇന്നലെ തൊട്ട് മുകളിൽ നമ്മുടെ മാർക്കറ്റ് ഗ്യാപ്പ് ചെയ്ത് പോയിരിക്കുന്നൊരു ഗ്യാപ്പ് ഉണ്ട്. അതായത് 24,880 റേഞ്ചിൽ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാതെയാണ് പോയിരിക്കുന്നത്. ഒരു പക്ഷേ ആ ഗ്യാപ്പിൽ വന്നിട്ടായിരിക്കാം മാർക്കറ്റ് ഒരു സപ്പോർട്ട് എടുക്കുന്നത്. സോ ഐ ഡോണ്ട് നോ, നമുക്ക് നോക്കാം. ഇതാണ് മാർക്കറ്റിൻ്റെ ഒരു ഓവറോൾ സ്ട്രക്ചർ ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ഒരു ന്യൂസ് ഞാൻ കണ്ടത്, DAC വളരെ എന്താ പറയുക കൂടുതലായിട്ട് ബൈ ചെയ്യുന്നു. ഇതുവരെ ചെയ്യാത്ത, അവർക്ക് ഇതുവരെയും കിട്ടാത്ത SIP ആണ് കിട്ടുന്നത്, അതുകൊണ്ട് അവരെ ചെയ്യുന്നത് ആണ്. അല്ലാതെ മാർക്കറ്റിനെ പിടിച്ചിർത്താൻ വേണ്ടിയിട്ട് DAC ബൈ ചെയ്ത് ഹെൽപ്പ് ചെയ്യുന്നതല്ല. ബൈ ചെയ്ത് ഹെൽപ്പ് ചെയ്യുന്ന വെച്ചാൽ അവർക്ക് ഫണ്ട് ഫ്ലോ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അവരെന്ത് ചെയ്യും? ബൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഫേസിൽ അത്ര കാര്യമായിട്ടുള്ള ബൈയിങ് ഇല്ല, സെല്ലിങ് തന്നെയാണ് ഇപ്പോഴും കാരണം. ഫേസ് ഇവിടെ എപ്പോഴും ബൈ ചെയ്യുന്നില്ല. പക്ഷേ സെല്ലിൻ്റെ എമൗണ്ട് ഭയങ്കരമായിട്ട് കുറച്ചിട്ടുണ്ടെന്ന് നമുക്ക് കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാനായിട്ട് പറ്റും. പക്ഷേ DISലോട്ടുള്ള ക്യാഷ് ഇൻഫ്ലോ കുറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാർക്കറ്റിനെ ഇമ്പാക്റ്റ് ചെയ്യും ഭയങ്കരമായിട്ട്. അതുപോലെ തന്നെ മാർജിൻ ട്രേഡിംഗ് ഫണ്ട്സ് ഓൾറെഡി എല്ലാവരും പ്രൊവൈഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതും ക്യാഷ് ഫ്ലോ മാർക്കറ്റിലോട്ട് കൂട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പോസിറ്റീവ് എത്രയുണ്ടോ അത്രയും തന്നെ നെഗറ്റീവ് മാർക്കറ്റിൻ്റെ സൈഡിലുണ്ട്. പക്ഷേ നെഗറ്റീവ് പോസിറ്റീവ് ഒരു ബാലൻസ്ഡ് ആയിട്ട് നിൽക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഏതെങ്കിലും ഒരു, അതായത് ഒരു തള്ള് എവിടെയെങ്കിലും ഒരു, ഇപ്പോൾ പോസിറ്റീവായിട്ട് എന്തെങ്കിലും വന്നാലേ നെഗറ്റീവായിട്ട് മാർക്കറ്റ് എങ്ങും പോവാത്തേ ഇവിടെ തന്നെ നിൽക്കുന്നത്. ഇതൊരു അക്യൂമുലേഷൻ സ്റ്റേജ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ബ്രേക്ക് ഔട്ട് ചെയ്യാനുള്ള. ആക്ച്വലി ഒരു കറക്ഷൻ വന്നിരുന്നെങ്കിൽ ഈ പറഞ്ഞ FIs ഒക്കെ ഫണ്ട് ഇൻഫ്ലോ നടത്തിയേനെ. അങ്ങനെ നടത്തിയെങ്കിൽ റിക്കവറിങ് കുറച്ചുകൂടി നന്നായേനെ. പക്ഷെ ഇപ്പോഴത്തെ കേസിൽ കറക്ഷനും വരുന്നില്ല, റിക്കവറിയും ചെയ്യുന്നില്ല. അപ്പോൾ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത മാർക്കറ്റ് അല്ലേ? നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്? ഒരു ജീവനില്ലാത്ത മാർക്കറ്റ്. ഇപ്പം ഇന്നലത്തെ ആ കോളൊക്കെ ഞാൻ താഴെ നിന്ന് മുകളിൽ വരെ പിടിച്ചിട്ട് ചെറിയൊരു ക്വാണ്ടിറ്റി കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരൊറ്റ പൊട്ടലാണ് താഴത്തേക്ക് വന്നത്. നമ്മൾക്ക് അതായത് സസ്റ്റെയിൻ ചെയ്യുന്നില്ല പല മൂമെൻറ്റ്സ്. V ഷേപ്പ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് മുകളിലും താഴത്തോട്ടൊക്കെ. സെല്ലേഴ്സിന് ഈ പറഞ്ഞ പോലെ മുകളിലും താഴത്തേക്ക് ഒരു V ഷേപ്പ് അടിക്കുമ്പോൾ SLs ഇപ്പോൾ കഴിഞ്ഞ എക്സ്പയറി ട്യൂസ്ഡേ നമുക്ക് ലോസ് ആയിരുന്നു. കാരണം ഞാൻ കൂടുതൽ നോൺ ഡയറക്ഷൻസിൽ ഓട്ടോമേറ്റ് ചെയ്തിരിക്കുന്നത് സ്ട്രാഡിൽസും സ്ട്രാങ്കിൾസും ആണ്. അപ്പോൾ ട്യൂസ്ഡേ നമുക്ക് ലോസ് ആയിരുന്നു. നമ്മുടെ ഒരു ആൽഗോ സിസ്റ്റം നമ്മൾ ഡയറക്ഷൻ ട്രേഡ്സ് ആണ്.
അത് വലിയ കുഴപ്പമുണ്ടായില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ 3 മാസത്തിൽ നമുക്ക് പ്രോഫിറ്റ് തന്നത് നോൺ ഡയറക്ഷൻ ട്രേഡ്സ് ആണ്. നോൺ ഡയറക്ഷൻ ട്രേഡ്സ് എക്സ്ട്രീം പ്രോഫിറ്റാണ് വിക്സ് ഇത്രയും കുറവായതുകൊണ്ട് റേഞ്ച് കുറവാണ് മാർക്കറ്റിൽ. പക്ഷേ അവിടെ പേടിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോൺ ഡയറക്ഷൻ ട്രേഡ്സ് ഇങ്ങനെ പ്രോഫിറ്റ് തരുമ്പോൾ ഏതെങ്കിലും ഒരു ദിവസം ഒരു ബ്രേക്ക് ഔട്ട് ആൻഡ് റാലി സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടാനുള്ള ഒരു ഫിയർ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എന്നാലും പ്രോഫിറ്റ് എൻജോയ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അതാണ് ഏറ്റവും മെയിനിലുള്ള കാര്യം. ഇപ്പോൾ IT സെക്ടർ അത്യാവശ്യം ഒന്ന് പച്ച പിടിച്ചൊന്ന് കയറി വന്നതാണ്. ഈ ട്രംപിൻ്റെ വിസേഷം തന്നെ IT സെക്ടറിലേക്ക് ഇനി തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെ തോന്നുന്നത്. ഏതൊക്കെ സെക്ടേഴ്സാണ് ഇനി കുറച്ചും കൂടി ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളത്? നമ്മൾ കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ സംസാരിച്ചൊരു ഫാക്ടറുണ്ട്, ആരെങ്കിലും അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ അറിയില്ല. നിഫ്റ്റി ബുള്ളിഷ് ആവുകയാണെങ്കിൽ നിഫ്റ്റിയേക്കാൾ ബുള്ളിഷ് ആകേണ്ടത് ബാങ്കാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത് എന്താണ്, നിഫ്റ്റീനെ ഗുഡ് പെർഫോം ചെയ്യുന്ന, നിഫ്റ്റിയേക്കാൾ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്ന ബാങ്കിനെ കണ്ടു. ഇതൊരു പോസിറ്റീവ് കാര്യമായിട്ടാണ് ഞാൻ എടുക്കുന്നത്. അതിൻ്റെ കൂടെ മെറ്റൽസ് കൂടി വന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബാങ്കും മെറ്റലും നന്നായിട്ട് പെർഫോം ചെയ്തു എന്നുള്ളത് ഒരു പോസിറ്റീവാണ്. അപ്പോൾ അവിടെയുള്ള പല സ്റ്റോക്കുകളും അടിപൊളിയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ IT കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സെൽ ഓഫ് ആയി, മിഡ് ക്യാപ് സെലക്ട് സെൽ ഓഫ് ആയി, ടോട്ടൽ മാർക്കറ്റ് നിഫ്റ്റി ടോട്ടൽ സെൽ ഓഫ് ആയി, നിഫ്റ്റി 500 സെൽ ഓഫ് ആയി. പക്ഷേ നിഫ്റ്റി മെറ്റലിൻ്റെ ഗ്രാഫിൽ ആ നെഗറ്റിവിറ്റി ഇല്ല, ആ റെഡ് ക്യാൻഡിൽസ് എവിടെയില്ല, മെറ്റലിലില്ല. മെറ്റലിൻ്റെ ചാർട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എടുത്ത് നോക്കാം. സ്മോൾ ക്യാപ്പിലും ചെറിയ സെൽ ഓഫ് ഉണ്ട്, ഫാർമയിൽ സെൽ ഓഫ് ഉണ്ട്, മീഡിയ സെൽ ഓഫ് ഉണ്ട്, ഫിനാൻസിലും സെൽ ഓഫ് കുറവാണ്, ബാങ്കിലും കുറവാണ്. FMCG നല്ല സെൽ ഓഫ് വന്നു, ഇൻഫ്ര ഓട്ടോയിലും സെൽ ഓഫ് കമ്പാരിറ്റീവ്ലി കുറവാണ്. പക്ഷെ PSU ബാങ്ക്സിൽ സെൽ ഓഫ് ഇല്ല, വലിയ കുഴപ്പമില്ല, മാർക്കറ്റ് ഓൾ ടൈം ഹൈ തന്നെ പിടിച്ച് നിൽക്കുന്നുണ്ട്. മിഡ് ക്യാപ്പിലും സെൽ ഓഫ് കുറവാണ്, റിയാലിറ്റിയിലൊക്കെ വലിയ സെൽ ഓഫാണ്. PSU ബാങ്ക്സിൽ സെൽ ഓഫ് ഇല്ല, PSCയിൽ സെൽ ഓഫ് ഇല്ല. അപ്പോൾ ചില സെക്ടേഴ്സ്, എനർജിയിൽ സെൽ ഓഫ് ഉണ്ട്. അപ്പോൾ ചില പ്രൈവറ്റ് ബാങ്കുകളിൽ ചെറിയ സെൽ ഓഫേ ഉള്ളൂ കമ്പാരിറ്റീവ്ലി. അപ്പോൾ ബാങ്ക് നന്നായിട്ട് വർക്ക് ചെയ്യുന്നു, മെറ്റൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇത് ഹെൽത്ത് സെക്ടറിലൊക്കെ എന്തുണ്ട്, സെൽ ഓഫ് ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ ബുൾ റാലി ഏറ്റവും നന്നായിട്ട് മൂവ് ചെയ്ത സെക്ടേഴ്സാണ്. അപ്പോൾ ചില പോക്കറ്റ്സ്, മെറ്റൽസ്, ബാങ്കുകൾ, ഇവർ രണ്ടാളും പെർഫോം ചെയ്യുന്നത് പോസിറ്റീവായിട്ട് കാണണം. അപ്പോൾ അത്തരത്തിലുള്ള ചില സ്റ്റോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യണം. പ്രത്യേകിച്ച് PSCയിലൊക്കെ പോസിറ്റിവിറ്റി കാണുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഈ റാലിയിൽ ഒരു പക്ഷേ മെറ്റലും ബാങ്കും ആയിരിക്കും റാലി വരികയാണെങ്കിൽ മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്യുന്നത്. ഇനി റാലി ഇല്ല, ചെറിയ മൂവ്മെൻറ്റേ ഉള്ളൂവെങ്കിൽ പോലും ഇവർ ലീഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ സെക്ടേഴ്സിൽ വലിയ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നാണ്. അതുപോലെ തന്നെ ഈ കെമിക്കൽ സെക്ടറിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. കെമിക്കൽ സെക്ടർ എങ്ങനെയാണ്? ഇപ്പം ഞാൻ വാച്ച് ചെയ്തതിൽ വെച്ചിരുന്ന ഒരു ശ്രീ പുഷ്കർ കെമിക്കൽ ആൻഡ് ഫെർട്ടിലൈസേഴ്സ്, അതുപോലെ തന്നെ സിർക്ക പെയിൻസ്, കെമിക്കൽ സെക്ടറിൽ വരുന്ന ഇത് ഞാൻ സോർട്ട് ചെയ്ത് വെച്ചപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ താഴത്തോട്ട് പോയി നമ്മുടെ ഒരു ബ്രേക്ക് ഔട്ടിൽ. പക്ഷേ അടുത്ത റാലിയിൽ ഓരോ ദിവസം 18-13% ഈ ഒരു സ്റ്റോക്സ്, പ്രത്യേകിച്ച് ഈ ശ്രീ പുഷ്കർ എന്ന് പറഞ്ഞൊരു സ്റ്റോക്കൊക്കെ കയറി വന്നത്. അപ്പോൾ കെമിക്കൽ സെക്ടറിൽ ആ ഒരു റാലി കണ്ടിന്യൂ ചെയ്യാൻ സാധ്യത. സിർക്ക പെയിൻസിലുള്ള കേസിൽ ഞാൻ അത്രയും അത് റിസർച്ചഡ് അല്ല, ഞാൻ സെക്ടർ വൈസ് റിസർച്ച് ചെയ്തല്ല, ജസ്റ്റ് ടെക്നിക്കൽ മാത്രമല്ല. അപ്പോൾ കെമിക്കലിൻ്റെ കേസിൽ എനിക്ക് ഒരു ക്ലാരിറ്റി കുറവുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാരിറ്റി ഇല്ലാത്ത കാര്യത്തെ കുറിച്ചിട്ട് ഞാൻ സംസാരിക്കാൻ പാടില്ലല്ലോ എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു അടുത്ത പോഡ്കാസ്റ്റിൽ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ എനിക്കതിനെക്കുറിച്ച് പറയാനായിട്ട് പറ്റും. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. ഇപ്പോൾ ട്രേഡ് ടോക്സിൻ്റെ നമ്മുടെ ഓഫീസിൽ നമ്മുടെ എംപ്ലോയീസ് പോലും ഈ പറഞ്ഞ ഇൻസ്റ്റാമാർട്ട് പോലുള്ള ക്വിക്ക് കൊമേഴ്സുകൾ ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ക്വിക്ക് കൊമേഴ്സിന് വലിയൊരു സാധ്യത എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ ഫണ്ടമെൻ്റലിയോ ഇതൊന്നുമല്ല പറയുന്നത്, ആസ് എ യൂസർ പെർസ്പെക്റ്റീവാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്ത്രമുണ്ടല്ലോ. അപ്പോൾ 10 മിനിറ്റിൽ ഞാൻ ഓഫീസിലൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പെൻ ഡ്രൈവ് ഓർഡർ ചെയ്യണം. ഇതിന് ഒരു 2 കൊല്ലം മുമ്പാണെങ്കിൽ ഈ പെൻ ഡ്രൈവ് ഓർഡർ ചെയ്യാനായിട്ട് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്ത് ഒരാഴ്ച വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഫ്ലിപ്കാർട്ടിൻ്റെ പല കാര്യങ്ങളും, ഈ പറഞ്ഞ ഇലക്ട്രോണിക്സ് പോലുള്ള പല കാര്യങ്ങളും ഈ പറഞ്ഞ ക്വിക്ക് കൊമേഴ്സിലോട്ട് വഴിമാറും. ഈ പറഞ്ഞ തുണിയും ഡ്രസ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് ഫ്ലിപ്കാർട്ടിനെ ഒന്നും ആർക്കും ചലഞ്ച് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകൾ ചലഞ്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇലക്ട്രോണിക്സ്, പലചരക്ക്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും ക്വിക്ക് കൊമേഴ്സ് ഭയങ്കരമായിട്ടുള്ള ആധിപത്യം നേടാനുള്ളൊരു സാധ്യതയുണ്ട്. നമ്മൾ സിറ്റിയിലൊന്നുമല്ല താമസിക്കുന്നത്, എയർപോർട്ടിൻ്റെ അടുത്താണെങ്കിലും അത് അത്ര വലിയ സിറ്റി ഒന്നുമല്ല. ഇവിടെ പോലും ഇത്ര പെനിട്രേഷൻ അതിനായിട്ടുണ്ട് എങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ബാംഗ്ലൂർ, മുംബൈ,
കൊച്ചി പോലുള്ള വലിയ സിറ്റികളിൽ ഇതിൻ്റെ പെനിട്രേഷൻ എത്ര വലുതായിരിക്കും. അപ്പോൾ അതിൻ്റെ ബൂം ഒരു പക്ഷേ മാർക്കറ്റിൽ ഇനിയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്വിഗ്ഗിയും സൊമാറ്റോവും ആക്ച്വലി സ്വിഗ്ഗി സൊമാറ്റോനെ കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ സ്വിഗ്ഗി കയറാത്തത് അവർ ഇൻസ്റ്റാമാർട്ട് പോലെയുള്ള ഈ പറഞ്ഞ ക്യുക്ക് കൊമേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് സ്വിഗ്ഗിയിൽ ആ ഒരു ഡെപ്റ്റ് ഫ്രീ ആയിട്ടും. സ്വിഗ്ഗിയുടെ ക്യുക്ക് കൊമേഴ്സ് ആണ് ഇൻസ്റ്റാമാർട്ട് അല്ല, ഇൻസ്റ്റാമാർട്ട് ഇൻസ്റ്റാമാർട്ട് സൊമാറ്റോയുടെ ആണ് സെപ്റ്റോ. സെപ്റ്റോ. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞ. അപ്പോൾ അവർ ഈ പറഞ്ഞ പോലെ അതിലേക്ക് റീഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് അവർക്ക് ആ ഒരു ബ്രേക്ക് ഔട്ട് സ്റ്റേജിലേക്ക് വരാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ സൊമാറ്റോ ഓൾറെഡി തന്നു അതിൻ്റെ ഒരു ബെനിഫിറ്റ്. ക്യുക്കുമേഴ്സിലൊരു പ്രശ്നം എന്താണെന്നറിയോ, അവിടുത്തെ റിയൽ പ്ലേയേഴ്സ് ഒന്നും വന്നിട്ടില്ല. ഇപ്പോൾ സ്വിഗ്ഗിയും സൊമാറ്റോ ഇത്ര വലിയ അഡ്വാൻസ്ഡ് ആയത് ഒരു ഫുഡ് ഡെലിവറിയിൽ ഉള്ള എക്സ്പീരിയൻസ് ആണ്. ഇവരുമായിട്ട് കോമ്പറ്റീറ്റ് ചെയ്യാൻ ഒരുപക്ഷെ ആമസോണോ ഫ്ലിപ്കാർട്ടോ ഒക്കെ എന്ത് ചെയ്യാം, ഈ ഒരു ബിസിനസ്സിൽ ഈ ഒരു സ്പേസിലോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഈ സ്പേസിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് സെക്കൻഡ് ഓർഡർ തിങ്കിങ്ങിലോട്ട് പോകേണ്ടി വരും. കാരണം ഇവർ പരസ്പരം മത്സരിച്ച് മാർജിന് കളഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റാം, ഒരു പക്ഷേ ഗ്രോ ചെയ്യാതിരിക്കാം. ഇപ്പോൾ നമ്മൾ ഓട്ടോമൊബൈലൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ EV ബാറ്ററി സീരീസിലൊക്കെ നമ്മൾ ഇനിഷ്യൽ ഫേസുകളിൽ അത് കണ്ടതാണ്. അപ്പോൾ ഇവിടെ ആര് സർവൈവ് ചെയ്യുന്നു അവിടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ സ്വിഗ്ഗി സൊമാറ്റോയും ഗ്രോ ചെയ്യുന്നത് എക്സ്ട്രാordinary ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ ബാലൻസ് ഷീറ്റിൽ ഈ കാര്യങ്ങളൊന്നും ഇപ്പോൾ വന്നില്ലെങ്കിലും എത്രയും പെട്ടെന്ന് ഒരു സ്റ്റാർട്ടപ്പിൻ്റെ കാറ്റഗറിയിൽ പെടുത്തി ആ ഒരു ബൂം വന്നേക്കാം. ഈ പറഞ്ഞ ഫേസ്ബുക്കും ഗൂഗിളും ഒക്കെ ഗ്രോ ചെയ്തപ്പോൾ ഇതൊക്കെ ഡെപ്റ്റ് മേക്കിംഗ് കമ്പനീസാണ്, ഇതൊന്നും വളരില്ലെന്ന് പറഞ്ഞ ആൾക്കാർ യൂസിലുണ്ട്, വലിയ വലിയ അനലിസ്റ്റുകളുണ്ട്. പക്ഷേ ഈ പറഞ്ഞ ഫേസ്ബുക്കും ഗൂഗിളും ഒക്കെ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്, ആപ്പിൾ ഉൾപ്പെടെയുള്ള കമ്പനികൾ. അല്ല, ഇൻസ്റ്റാമാർട്ട് ഈ പറഞ്ഞ പോലെ അത്യാവശ്യം സുല്ല് ഇപ്പം നമ്മുടെ അമ്മമാർക്കൊക്കെ ഇത് പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ പുട്ടുണ്ടാക്കി വെച്ചിട്ട് പഴം ഇൻസ്റ്റാമാർട്ടിൽ, അതായത് ഇപ്പൊ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് മേടിച്ചിട്ട് വരാല്ല അവർ പറയാം പുട്ട് കുത്തുന്ന സമയം കൊണ്ട് പഴം വരും എന്നുള്ളതാണ്. അപ്പം ഇപ്പം എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ ചേച്ചിമാരോ ഇൻസ്റ്റാമാർട്ട് വളരെ അടിപൊളിയാട്ടോ, പെട്ടെന്ന് തന്നെ സാധനങ്ങൾ കിട്ടും. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ റിസ്ക് എടുക്കാനായിട്ട് ഞാൻ തയ്യാറല്ല, കുറച്ചും കൂടി ഒരു ബ്രേക്ക് ഔട്ട് സ്റ്റേജിലേക്ക് വരട്ടെ എന്നുള്ളൊരു. ഞാൻ പറയുന്നത് നമ്മൾ ഈ വാല്യൂ ഇൻവെസ്റ്റിംഗ് മാത്രമല്ലല്ലോ റിസ്ക് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ എൻ്റെ ഏജിൽ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് റിസ്ക് എടുക്കാം. അപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ട കുഴപ്പമില്ലാത്തൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഫുൾ അസറ്റ് കൊണ്ട് സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും ഇടണം എന്നല്ല ഞാൻ പറയുന്നത്, ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ ഒരു വലിയ ലോട്ടറി അടിച്ചാലോ. ശരിയാണ്, അത്തരത്തിലുള്ള റിസ്ക്. അപ്പോൾ അത് സ്വിഗ്ഗിയിൽ മാത്രം ആക്കരുത്. ഇനി സെപ്റ്റാണോ ഇൻസ്റ്റാമാർട്ടാണോ വലുതാവുന്നേ നമുക്കറിയില്ല, ചിലപ്പോൾ രണ്ടും വലുതാവാം. അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു ബാലൻസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ടോട്ടൽ പോർട്ട്ഫോളിയോൻ്റെ ഒരു 3%, 5% ഒക്കെ മാറ്റി വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും. ഇനിയിപ്പോൾ ഇങ്ങനെയുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ആളുകൾ യൂസ് ചെയ്യും. ഇപ്പോൾ ഞാനപ്പോൾ ആലോചിക്കാൻ ഇപ്പോൾ ഈ കടകളൊക്കെ തുറന്നിരിക്കുന്നവർക്ക് സൂപ്പർ മാർക്കറ്റുകൾ അല്ലേ, ആളുകൾക്ക് വളരെ ഇപ്പം അവരെല്ലാം കൂടി ഒത്തൊരുമിച്ചിട്ട് അവർ സ്വന്തമായിട്ട് അവരുടെ ഒരു പ്ലാറ്റ്ഫോം ഒക്കെ ആയിട്ട് വരേണ്ടി വരും. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും വേണമെന്ന് പറയുമ്പോൾ കടയിൽ പോകണമല്ലോ, വേണ്ട എന്ന് വെക്കുന്ന ഒരു സ്ഥലത്ത് ഇൻസ്റ്റാമാർട്ട് ഉണ്ടല്ലോ എന്ന് പറയുന്നത് വളരെ അടിപൊളിയായിട്ടൊരു കാര്യം. പിന്നെ ഒരുപാട് പേര് പ്രൊമോഷൻ എനിക്ക് റീസെൻ്റ് അഹാനൊക്കെ ഇൻസ്റ്റാമാർട്ട് പ്രൊമോട്ട് ചെയ്യുന്നതായിട്ട് ഞാൻ. പക്ഷേ കടയിൽ പോയി സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ ആ ട്രോളി തള്ളിക്കൊണ്ട് ആവശ്യമുള്ള സാധനം കിട്ടില്ല, അതൊരു ഫീലില്ല. പ്രത്യേകിച്ച് കൊച്ചക്കായിട്ട് പോകുമ്പോൾ നിനക്ക് നോക്കിയായിരിക്കും. എന്നെ സംബന്ധിച്ചത് അത് വളരെ അലമ്പുള്ള ഫീലാണ്. ഓക്കെ അപ്പോൾ എന്നിരുന്നാലും നിങ്ങൾ എന്ത് പറയുന്നത്, ഇൻസ്റ്റാമാർട്ടൊക്കെ കയറി വന്ന് സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ ഒരു ബ്രേക്ക് ഔട്ട് സ്റ്റേജിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം. പിന്നെ ഈ പറഞ്ഞ പോലെ നിഫ്റ്റിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് വലിയ ഇൻട്രസ്റ്റഡ് ഒന്നുമല്ല ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ. ഒന്നുമില്ല, പക്ഷേ ഇൻട്രസ്റ്റ് ഇല്ലാന്ന് പറഞ്ഞ ആളാണ് ഇന്നലെ മീൻ വറക്കുന്നതിൻ്റെ ഇടയിൽ അതുപോലെ കിട്ടി. പക്ഷെ ഇന്നലെ ആ റാലി കിട്ടി. എനിക്ക് ഉള്ളത് ആ വീഡിയോ കാണുമ്പോൾ ആളുകൾ വിചാരിക്കും ഇന്നലെ വീട്ടിലെ എല്ലാ ജോലിയും നീ ഒറ്റയ്ക്കാണ് ചെയ്തതെന്ന്. എനിക്കത് റിവീൽ ചെയ്യേണ്ടതുണ്ട്. ആ മീൻ വറക്കുന്നല്ലാതെ വേറൊരു ജോബും നീ ഇന്നലെ ചെയ്തിട്ടില്ല. എല്ലാവരും അങ്ങനെ തന്നെ വിചാരിച്ചു. നീ ഇപ്പം അത് തിരുത്തി പറയേണ്ട, ഞാനത് തിരുത്തി പറഞ്ഞു വീട്ടിലേക്ക് വേണ്ട. ഓക്കെ, അപ്പോൾ എന്തായാലും നല്ല നല്ല ന്യൂസസും മാർക്കറ്റൊക്കെ പോസിറ്റീവായിട്ട് വന്നാലും കുഴപ്പമില്ല, നെഗറ്റീവായിട്ട് വന്നാലും മതി. ഒരു ഓപ്പർച്യൂണിറ്റി എങ്ങോട്ടെങ്കിലും ഒരു മൂവ്മെന്റ്. ഇതിപ്പോൾ വിക്സ് കുറവായതിൻ്റെ പ്രോബിളാണ്. വിക്സ് ഇപ്പോൾ ഇന്നലെയൊക്കെ മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് വിത്ത് വെറും 100 പോയിന്റ് ഉള്ളൂ. 100 പോയിന്റ് വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടും? വിരലിലെണ്ണാവുന്ന വളരെ കുറച്ച് ഓപ്പർച്യൂണിറ്റി. സത്യം പറഞ്ഞാൽ ആദ്യമൊക്കെ വിക്സ് കുറഞ്ഞ് ഇപ്പോൾ ഓപ്ഷൻസ് ഒന്നും ആക്ടിവേറ്റ് ചെയ്യാതിരുന്നപ്പോൾ ഐ ഫീൽ കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാമല്ലോ. പക്ഷെ കണ്ടിന്യൂസ്ലി അങ്ങനെ തന്നെ ആകുമ്പോൾ എത്ര നാളായി
അപ്പോൾ നമ്മൾ നോക്കിയിരുന്ന് അതെ അതെ അതെ. ആ ട്രേഡ് പിടിക്കണം. ആ ട്രേഡ് മിസ്സായാലോ അടുത്ത ട്രേഡ് വരാൻ വേണ്ടി പിന്നെ അല്ല അടുത്ത ട്രേഡ് ഇല്ല, അല്ല അന്നുണ്ടാവില്ല. ഇപ്പോൾ ഞാൻ എൻ്റെ കേസിൽ രാവിലെ ഒരു 2 മണിക്കൂർ ഇങ്ങനെ നോക്കിയിരുന്ന് നല്ല ട്രേഡിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ ആ സമയത്ത് ഒരു കോൾ വന്നു, അല്ലെങ്കിൽ വേറൊരു ആവശ്യത്തിന് ഒന്ന് എഴുന്നേറ്റ് പോയി 10 മിനിറ്റ് തിരിച്ച് വിളിക്കുക, ആ നല്ല ട്രേഡ് ഓപ്പർച്യൂണിറ്റി കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പോൾ എനിക്കറിയില്ല എല്ലാവരും ഈ ഒരു ഇത് ഫേസ് ചെയ്യുന്നുണ്ടോ, അതോ നിങ്ങൾ ഈ റേഞ്ചിൽ ഓക്കെ ആയിട്ട് വന്നോ. ഞാനും നോക്കിയല്ല. ഇപ്പം എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ സ്റ്റൈലിന്റെയും കൂടി പ്രത്യേകതയുണ്ട്. എനിക്ക് 5 പോയിന്റ് 10 പോയിന്റ് എടുക്കുന്ന സ്റ്റൈലില്ല. നമുക്ക് മാക്സിമം ഒരു ചെറിയ സ്റ്റോപ്പ് ലോസിൽ വലിയ 30, ഞാൻ ഇപ്പം നല്ല മൂവ്മെന്റിലൊക്കെ 100 പോയിന്റും 150 പോയിന്റും അല്ലെങ്കിൽ ഒരു 50, 60, 70 പോയിന്റ് ഒക്കെ ക്യാച്ച് ചെയ്യുന്ന ടൈപ്പ് ഓഫ്, ഞാൻ അങ്ങനെ സ്കെയിൽ ചെയ്ത് ട്രേഡ് എടുക്കുന്ന ആളാണ്. ഈ പറഞ്ഞ പോലെ ഒരുപാട് നാളായിട്ട് ബൈ ചെയ്യുന്നവരൊക്കെ എന്തായാലും ഇത് ഫേസ് ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ സുനിൽ ഇപ്പോൾ ഒരുപാട് വലിയ ട്രേഡേഴ്സൊക്കെ ആയിട്ട് സംസാരിക്കാറുണ്ട്. അവർക്ക് എന്താണ് പറയുന്നത്? സെല്ലേഴ്സ് എല്ലാവരും നല്ല ഹാപ്പിയാണ്. ബയേഴ്സും ഇതേ ഇഷ്യൂ. ഇപ്പം ഞാൻ മാനുവലി ബൈ മാത്രമേ ചെയ്യുന്നുള്ളൂ. എൻ്റെ എല്ലാ സെൽസും ഓട്ടോമേറ്റഡ് ആണ്. അപ്പോൾ ആക്ച്വലി മാനുവലി ഞാൻ ഓപ്ഷൻ ബയ്യറാണ്. അപ്പോൾ എൻ്റെ ആ ഒരു പേഴ്സ്പെക്റ്റീവിൽ ഈ അലൈഡാണ് എല്ലാ ആൾക്കാരും പേടിക്കുന്നുണ്ട്. പിന്നെ മൊത്തത്തിലുള്ള ലിക്വിഡിറ്റി മാർക്കറ്റിൽ ഭയങ്കര കുറവാണ് കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട്. അതിന് ഞാൻ അന്വേഷിച്ചപ്പോൾ വേറെ പല റീസൺസും എനിക്കറിയാൻ സാധിച്ചു. അപ്പോൾ അത് ചിലപ്പോൾ അടുത്ത ആഴ്ച മുതൽ മാറാനുള്ള സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ മാർക്കറ്റിൽ ഈ ട്രെൻഡ് എത്ര നാൾ നിൽക്കും എന്നറിയില്ല, നമുക്ക് മാറ്റാനും സാധിക്കില്ല. ജസ്റ്റ് വെയിറ്റ് ഇറ്റ്. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം, 3, 4, 5 ദിവസങ്ങളിൽ ബാംഗ്ലൂരിൽ ഒരു ട്രേഡേഴ്സ് അതിന് വരാം. എനിക്ക് അപ്പോൾ ബാംഗ്ലൂർ 3, 4, 5 ഡേറ്റ്സിൽ നമ്മൾ രണ്ടാളും ഉണ്ടാവും. സൈറസ് ഉണ്ടോ? സൈറസിന്റെ ഫസ്റ്റ് അതെ, സൈറസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ എല്ലാവരും വരാം. ഞാൻ എൻ്റെ സെഷൻ ഉണ്ട് അവിടെ, എക്സിബിഷൻ ഉണ്ടല്ലോ, ഒരുപാട് സ്റ്റാളുകളുണ്ട്. മാത്രമല്ല അതൊരു വലിയ ടിക്കറ്റ് ഇവന്റ് ആണ്, ചെറിയ ടിക്കറ്റ് ഇവന്റ് അല്ല. ഐ തിങ്ക് 25,000 എന്തോ ആണ്. 3 ഡേ റെസിഡൻഷ്യൽ പ്രോഗ്രാം ആണ്. 3 ഡേ ഇവന്റ് ആണ്. അപ്പോൾ ഹെവി ട്രേഡേഴ്സ് ആയിരിക്കും മൊത്തം. ഓഡിയൻസ് പോലും ഒരു പക്ഷേ നമ്മളെക്കാളൊക്കെ ഭയങ്കര ക്യാപിറ്റലുള്ള നമ്മളായിരിക്കും ഒരു പക്ഷേ അവിടുത്തെ ഏറ്റവും ചെറിയ ട്രേഡേഴ്സ്. അപ്പോൾ അങ്ങനത്തെ ട്രേഡേഴ്സ് വരുന്ന അടിപൊളി ഇവൻ്റാണ്. നെറ്റ്വർക്കിനൊക്കെ ഏറ്റവും സൂപ്പർ ഇവൻ്റാണ്. ഞാൻ ഈ വീഡിയോൻ്റെ താഴെ എൻ്റെ ലിങ്കൊന്നും ഇടുന്നില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്തിട്ട് വലിയ ഇവൻ്റ് ആണ്. നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇല്ല, നമ്മളെ പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡ് പേ ഞാൻ പറഞ്ഞില്ല, എനിക്കൊന്നും പറയാനില്ല കൂടുതലായിട്ട്. പിന്നെ സുനിൽ പറഞ്ഞ വിയോഗ തെറ്റിപ്പോയ സ്ഥിതിക്ക് ഇത് നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് ഗൈസ് എനിക്കറിയേണ്ടത്. നിങ്ങൾ എന്താണ് ഫേസ് ചെയ്യുന്നത്? നിങ്ങൾക്ക് നന്നായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? മാർക്കറ്റ് അടുത്ത് തന്നെ വലിയ റേഞ്ച് ബ്രേക്കൗട്ടിലേക്ക് വരുമോ? ബുള്ളിഷാണോ? സ്വിങ്ങിലൊക്കെ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടോ? എൻ്റെ സുനിലൊക്കെ അവസ്ഥ ഞങ്ങൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പം അടുത്തൊരു പോഡ്കാസ്റ്റിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരാം. നമ്പർ ഓഫ് പോഡ്കാസ്റ്റിന് എണ്ണം നമുക്ക് വീക്കിലി 1 ആയിട്ട് കുറയ്ക്കാം. അതിപ്പോൾ ഓൾറെഡി നീ കുറച്ചല്ലോ. അത് ഓൾറെഡി കുറച്ച്. അത് മറ്റൊരു റീസൺ ഉണ്ടായിരുന്നു, ഒരു ചെറിയൊരു ഇഞ്ചുറി പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചെറിയ ബോൾ പിടിച്ച് ചെറുതായിട്ട് പറ്റില്ല. വീഡിയോ കുറഞ്ഞതുകൊണ്ടാന്ന് പറയാം, തമാശ കളിക്കില്ലേ? വീഡിയോൻ്റെ എണ്ണം കുറഞ്ഞതുകൊണ്ടാണെന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കല. കട്ട് ചെയ്യണം കേട്ടോ, അത് പറയണ്ട. അപ്പോൾ റെഡി 1, 2, 3. അത് മാത്രമല്ല ഒരു ചെറിയൊരു ഇഞ്ചുറി ക്രിക്കറ്റ് കളിച്ചപ്പോൾ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ചയൊക്കെ കുറച്ച് വീഡിയോസിൻ്റെ എണ്ണം കുറഞ്ഞത്. പോഡ്കാസ്റ്റുകൾ നമ്മൾ ഇനി മുതൽ വീക്കിലി വൺസും ഒരു അതർ ഇൻഫോർമേഷൻ സിംഗിൾ വീഡിയോസ് കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ ഇൻഫോർമേഷൻസ് കൂടി നമുക്ക് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിക്കുന്ന, കുറച്ച് അഡ്വാൻസ് ലെവലായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്ന ടൈപ്പ് ഓഫ് സിംഗിൾ വീഡിയോസും കൂടി ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഉറപ്പായിട്ടും നമുക്ക് ഇനി മുതൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത ആഴ്ച കാണാം. ബൈ. ഗുഡ് ബൈ.